കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി JB എഡ്യൂഫ്ലൈ അയർലൻഡിലേക്ക് ഒത്തിരി കുട്ടികളെ സ്റ്റുഡൻറ്റ് വിസയിൽ പറഞ്ഞയക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിസ റിജക്ഷൻ ഇല്ലാതെ തന്നെ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടി തന്നെ കുട്ടികളെ അയർലൻഡിലേക്ക് മാസ്റ്റർ പ്രോഗ്രാമുകൾക്കും ബാച്ചലർ പ്രോഗ്രാമുകൾക്കും പറഞ്ഞയക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ഏജൻസികളിൽ പോലും റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അപ്പീലോട് കൂടി തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വിസ അപ്പീലോട് കൂടി തന്നെ കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വീഡിയോകളിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോഴ്സ് സ്പെസിഫിക്കായി തന്നെ ഇന്ന് സംസാരിക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ജോസഫ് തരകൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് താങ്ക് യു സർ. ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു ഡിഗ്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ കോമേഴ്സ്, അത് BCom അല്ലെങ്കിൽ BBA ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്യാമ്പസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിലെ കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് അയർലൻഡ്, പ്രത്യേകിച്ച് ഈ ചെറിയ കൊച്ചു രാജ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ JB എഡ്യൂഫ്ലൈക്ക് പറഞ്ഞയക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കോമേഴ്സിൻ്റെ അയർലൻഡിലെ സാധ്യതകളെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്ന് പറയാമോ? യെസ്, താങ്ക് യു സാർ. നമ്മൾ അയർലൻഡിൻ്റെ പല ഓപ്ഷൻസ് നമ്മൾ സംസാരിക്കാറുള്ളതാണ്. അപ്പം അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ GDP ഗ്രോത്ത് കാണിക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അയർലൻഡ് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ്. UK ബാഗമായിട്ടുള്ള നോർത്തേൺ അയർലൻഡ് ഉണ്ട്, നമ്മൾ അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന ഇൻഡിപെൻഡൻ്റ് രാജ്യമാണ് സംസാരിക്കുന്നത്. അവിടെ ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിലുണ്ട്, പക്ഷേ ഷെങ്കൻ സോണിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ടാക്സ് ബെനിഫിറ്റ്സും അവർക്ക് ഇൻഡിവിജ്വൽ ഡിസിഷൻ എടുക്കാനുള്ള കുറേ അതോറിറ്റീസും ഉണ്ട്. പിന്നെ നമുക്ക് അവർക്ക് ചെറിയൊരു ഐലൻഡും കൂടിയാണ് ഈ പറയുന്ന അയർലൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് കണ്ടമാനം ഈ പറഞ്ഞ പോലെ ഷിപ്പിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ അവരുദ്ദേശിക്കുന്ന രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കുറേ ഫെസിലിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് അയർലൻഡിനെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുമ്പം ധാരാളം സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ ഭാഗമാണ്, പക്ഷേ ഈ പറഞ്ഞ ഷെങ്കൻ സോണിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലത്തെ ഒറ്റയ്ക്കുള്ള എക്സ്പോർട്ട് പോളിസി തീരുമാനിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ അയർലൻഡിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാരണം ഒരു വലിയൊരു കമേഴ്ഷ്യൽ ഹബ്ബായിട്ട് അയർലൻഡ് മാറിയിട്ടുണ്ട്. ഓബിയസ്ലി കമേഴ്ഷ്യൽ ഹബ്ബ് എന്ന് പറയുമ്പം ഓബിയസ്ലി ബിസിനസ് ആക്ടിവിറ്റീസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് ഒരുപക്ഷെ പറയാവുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്, ആവിയേഷൻ ഇൻഡസ്ട്രിയാണ്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. ഇത്രയും വലിയ ഇൻഡസ്ട്രികൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഈ പറയുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലുള്ള കുറേ പ്രൊഫഷണൽസിന് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോമേഴ്സ് ഗ്രാജുവേറ്റ്സിനെ, കോമേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ ധാരാളം ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറേ കോഴ്സുകളും അവിടെ നമുക്കുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന കോഴ്സ് ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള കോഴ്സാണ്. എക്സലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്ന കോഴ്സുകളാണ്. അതിൽ പല കോഴ്സുകളും മൈക്രോസോഫ്റ്റിൻ്റെ നേരിട്ടുള്ള ടീച്ചിങ് പ്രൊഫഷണൽസാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിഫൈഡ് കുട്ടികളെ നേരിട്ട് അവരെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത് MSc ഫൈനാൻസ് കോഴ്സുകളാണ്. അത് അക്കൗണ്ട്സിലൊക്കെ നല്ല സ്ട്രോങ് ഹോൾഡുള്ള ഒരു പക്ഷേ ഒരു 70% മേളിൽ മാർക്കുള്ള കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സുകളാണ്. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ആണ്. അതിൽ കൂടുതലും ഈ പറയുന്ന പ്രൊഡക്റ്റുകളുടെ നമ്മുടെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ ഡെലിവറി ഷെഡ്യൂള്, പൈപ്പ് ലൈൻ മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് മാർക്കറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് കണ്ടമാനം നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോജിസ്റ്റിക്സിനും സപ്ലൈ ചെയിനും വലിയ ഒരു മാർജിൻ, വലിയൊരു റിക്വയർമെൻറ്റ് അയർലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഡെഫിനറ്റ്ലി സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്ലോബൽ MBA അല്ലെങ്കിൽ ലക്ഷറി മാനേജ്മെൻറ്റ് MBA ഇങ്ങനത്തെ കുറേ പ്രൊഫഷൻസും കൂടി ഈ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. ഇനി കുറച്ചും കൂടിയും ഒരു മാത്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്
സെലക്ട് ചെയ്യാവുന്ന വേറൊരു കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫിൻടെക് എന്നുള്ള കോഴ്സാണ്. എന്നിട്ട് ഫൈനാൻസും അതുപോലെ ഇൻഷുറൻസും മിക്സ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിന് പൈസ ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഇപ്പം ഫിനാൻസ് ഈ പറഞ്ഞ ഇൻഷുറൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാരണം എങ്ങനെയാണ് ഒരു ബിസിനസ് കൊണ്ടു നടക്കേണ്ടതെന്നുള്ളതും ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, റിസ്ക് മാനേജ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അസസ് ചെയ്യാനും ഗ്ലോബൽ ലെവൽ ചിന്തിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് അത്യാവശ്യമാണ്. ഒരു പക്ഷേ ഈ പറയുന്ന എക്സ്പോഷർ അയർലൻഡിലേക്ക് കിട്ടിയ കുട്ടികൾക്ക് തിരിച്ച് ഇന്ത്യയിലോ അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഗ്ലോബൽ എക്സ്പോഷർ അവിടെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. യെസ്, വെരി ഗുഡ്. നമുക്ക് ഏറ്റവും ക്ലാരിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു കോമേഴ്സിനെ കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, എന്ത് പ്രോഗ്രാം പഠിച്ചാൽ പോലും കോമേഴ്സ് സ്റ്റുഡൻസിന് അതിലേക്ക് എത്താമെന്നാണ് സാറ് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് മനസ്സിലായത്തോളം തന്നെ എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയുള്ള ഒരു സ്ഥലമാണ് അയർലൻഡ്. അതെ, അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസിന്റെ ഒരു ഹബ്ബായി തന്നെ അല്ലെ, ദുബായിനേക്കാൾ വ്യത്യസ്തമായ അല്ലെ, യൂറോപ്പിന്റെ ഒരു വലിയൊരു ഹബ്ബായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും. ദുബായില് നമ്മൾ പറയുന്നെങ്കിൽ അറിയാം, ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒരു ബിസിനസ് ഹബ്ബ് എന്ന് പറയുന്ന പോലെ തന്നെ യൂറോപ്പിന്റെ ബിസിനസ് ഹബ്ബായിട്ടാണ് ഇപ്പോൾ അയർലൻഡ് മാറിയിരിക്കുന്നത്. അയർലൻഡ് മാറി. അതെ, വെരി ഗുഡ്. അപ്പോൾ കോമേഴ്സിന് എന്തായാലും സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ കോമേഴ്സ് BCom ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അധികം പോകുന്നത് CA, CMA, ACCA പോലുള്ള പ്രോഗ്രാമുകൾക്കൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾ ഇപ്പോൾ ACCA എന്ന് പറയുമ്പോൾ UK-ലും അയർലൻഡിലും ഒക്കെ സാധ്യതയുള്ള പ്രോഗ്രാമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒത്തിരി അധികം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അയർലൻഡിലേക്ക് ചിന്തിക്കാം, അവരെങ്ങനെയാണ് അയർലൻഡിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുക, അവർക്ക് അതിന് സ്കോപ്പ് ഉണ്ടോ, അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? യെസ്, നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ച CA, ACCA, അതുപോലെ തന്നെ CMA, ഈ കോഴ്സുകൾ നമ്മൾ നാട്ടിലും നമ്മൾ നടത്തുന്നതാണ്. നമ്മൾ ക്രൈസ്റ്റ് കോളേജിൽ നമ്മളുടെ JBJFയുടെ ഭാഗമായിട്ട് തന്നെ നമ്മളതിൻ്റെ കോച്ചിങ് അവിടെ നടത്തുന്നുണ്ട്. സാറ് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പം ആ കോഴ്സിന് ധാരാളം ഓപ്ഷൻസും കുറേ അവൈലബിലിറ്റി ഉണ്ട്. CA എന്ന് പറയുമ്പം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ CMA എന്ന് പറയുമ്പം ഈ പറയുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ്. മുന്നേ കാലത്തൊക്കെ ICWA എന്നറിയപ്പെടുന്ന കോഴ്സുകളാണ്. ഇത് രണ്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. മാത്രമല്ല ഈ കോഴ്സുകൾ വെച്ചിട്ട് ഇവർക്ക് പല സിഗ്നേറ്ററി അതോറിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ വലിയ കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സലൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവരുടെ മുമ്പിലുണ്ട്. അതേസമയത്ത് ACCA എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓതറൈസ്ഡ് അല്ലെങ്കിൽ സിഗ്നേറ്ററി ഒരു പ്രോഗ്രാം ആയിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഒരു പക്ഷേ ഇന്ത്യയിലൊരു പേപ്പേഴ്സ് എഴുതി പാസ്സാവാനായിട്ട് കുറച്ച് എളുപ്പമുള്ളത് ACCAക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു BCom കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ACCA പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു പക്ഷേ ഇന്ത്യയിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം വെച്ചെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഈ ACCA കോഴ്സുകൾ ഒരു പക്ഷേ UK-ലത്തെയും അല്ലെങ്കിൽ അയർലൻഡിലത്തെയും ACCA കോഴ്സുകൾക്ക് ഈക്വലൻ്റ് ആണെങ്കിൽ കൂടി ഈ കോഴ്സുകൾ വെച്ചിട്ട് നമുക്ക് UK-ലോ അയർലൻഡിലോ നമുക്ക് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലത്തെ CA എന്ന് പറയുന്നതാണ് UK-ലും അയർലൻഡിലും ACCA എന്ന് പറഞ്ഞ കോഴ്സുകൾ. ഈ കോഴ്സുകൾ നമ്മൾ അയർലൻഡിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ പോയി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള അനുമതിയുള്ളൂ, പെർമിഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ACCA ഇന്ത്യയിൽ എടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് UK-ലോ അമേരിക്കയിലോ അയർലൻഡിലോ അവിടെ നമുക്ക് ജോലി അന്വേഷിച്ച് പോകാം, ജോലിക്ക് ശ്രമിക്കാം. പക്ഷെ അവിടെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയുള്ള ഒരു സിഗ്നേറ്ററി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അനുമതി അവർക്കില്ല. ഇത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു CA-കാരനായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ UK-ൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യങ്ങളിലത്തെ ACCAയുടെ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അയർലൻഡ് ധാരാളം ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അയർലൻഡിൽ മാസ്റ്റേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. ഒരു വർഷത്തെ കോഴ്സാണ്. 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുള്ളൂ. ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ 14 കോഴ്സുകളാണ് ACCAയിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലത്തെ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ACCA കോഴ്സ് അയർലൻഡിൽ നടത്തുമ്പോൾ 14 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അതിൽ 9 സബ്ജക്റ്റുകൾ എക്സംപ്റ്റഡ് ആവും. നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസിലുള്ള കോഴ്സ് നമ്മൾ അയർലൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലത്തെ 9 കോഴ്സസ് 9 സബ്ജക്റ്റുകൾ അക്സെപ്റ്റഡ് ആണ്. ബാലൻസ് ഉള്ള 5 സബ്ജക്റ്റിന് മാത്രം നമ്മൾ അവിടെ എക്സാം എഴുതിയാൽ മതി. ഒരു പേപ്പറിന് അപ്രോക്സിമേറ്റ്ലി ഒരു 350 യൂറോസ് ആണ് കോസ്റ്റ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു 2000 യൂറോന് താഴെയുള്ള കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പേപ്പേഴ്സ് എഴുതി പാസ്സാവാൻ പറ്റും.
നമ്മളൊരിക്കൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പാസ്സാകുമ്പോൾ തന്നെ 9 പേപ്പർ എക്സംഷനായി. പിന്നെയുള്ള 4-5 പേപ്പേഴ്സ് നിങ്ങൾ അടുത്തൊരു 2000 യൂറോ കൊടുത്ത് എഴുതി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 4800 യൂറോയിലാണ്. അതായത് 5 ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ CA കാരൻ്റെ സാലറി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പോലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഓപ്ഷൻസ് ആണ്. ഇനി നമുക്കത് ACCA UK അല്ലെങ്കിൽ അയർലൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അയർലൻഡ് ആണെങ്കിൽ അയർലൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന MSc കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ നാട്ടിലത്തെ ഇന്റർ പാസ് ആവുന്ന ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സാണ്. സോ യു വിൽ ബി അഗെയിൻ പെയ്ഡ് ലൈക്ക് ഒരു 3500 3800 എന്നുള്ള സാലറി ലെവലിൽ, അതായത് ഒരു 3.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള സാലറി റേഞ്ചിൽ നിങ്ങൾക്ക് അവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അതിൽ CA കാരനാവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറി 1 ലക്ഷം കൂടുതൽ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി CAയിലേക്കുള്ള ഒരു വഴിയാണ്. അതും ഇന്ത്യയിലല്ല, വിദേശത്ത് നിങ്ങൾക്ക് UK അയർലൻഡിലും നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതുമാണ്. വെരി ഗുഡ്. നമ്മൾക്ക് അപ്പോൾ ഇത് ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിവിടെ ACCA പഠിച്ചിട്ട് BComൻ്റെ ഒപ്പം പഠിക്കുകയാണെങ്കിൽ ഒരു 10,000-15,000 രൂപ ശമ്പളത്തിന് ചിലപ്പോൾ ജോലിക്ക് കയറാമെങ്കിൽ നിങ്ങൾ ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് അല്ലേ സ്കോളർഷിപ്പൊക്കെ ഉള്ള കുട്ടികൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി കുട്ടികൾ ഇത് സ്ട്രഗിൾ ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നവരെ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർക്ക് ഇത്രയും ശമ്പളം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ലക്ഷ്യം വിട്ടു പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അയർലൻഡിൽ ഞാൻ പറയുകയാണെങ്കിൽ MSc ഫിനാൻസ് അല്ലേ സാർ? ഇത് അല്ലേ MSc അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 9 പേപ്പർ എക്സെപ്റ്റഡ് ആവുന്നു. അതിൽ തന്നെ ഒരു ഇന്ററിന്റെ പോലെ പാസ്സാകുന്നു. ഒരു 3.5 ലക്ഷം രൂപ ശമ്പളത്തിലെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുന്നു. അത് പാസ്സായ ACCയുടെ മറ്റ് പേപ്പേഴ്സും കൂടി ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 വർഷത്തെയാണല്ലോ ഈ പ്രോഗ്രാം വരുന്നത്. അതെ, 1 വർഷം 2 വർഷം സ്റ്റാ ബാക്ക് ഉണ്ട് അല്ലേ? ഇതിനുള്ളിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5 ലക്ഷത്തിലധികം രൂപയിൽ ശമ്പളത്തിന് ജോലിക്ക് ഇവിടെ CAക്കാർക്ക് പോലും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ CA നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു 60,000-70,000 രൂപ ശമ്പളത്തിനാണ് ജോലിക്ക് കയറുന്നത്. അങ്ങനെ 5 ലക്ഷം രൂപ പോലും പ്രതീക്ഷിച്ചുകൊണ്ട് ACCA പഠിച്ച് അയർലൻഡിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്താൻ പറ്റും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇതൊക്കെ നമുക്കറിയാം. ഇത് ഏകദേശം നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അയർലൻഡിലേക്ക് നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഒരു പേടി, എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിസ റിജക്ഷൻ വരുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുമോ? അപ്പോൾ അതെങ്ങനെയാണ് JB EduFly ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സാറിനും ഇത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വിസ റിജക്ഷൻ വന്ന കുട്ടികളെ പോലും ചെയ്യാൻ പ്ലാൻ ചെയ്ത് അവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെത്തിക്കാൻ പറ്റുന്നത് അതെങ്ങനെയാണ് സാറിനൊന്നും കൂടി കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നത്? യെസ് അയർലൻഡിൻ്റെ കേസിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന് കോൺഫിഡൻസിൻ്റെ കാരണം. നമുക്ക് അയർലൻഡ് നമ്മൾ ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് അയർലൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അയർലൻഡിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതും സാർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയാണ്. നമ്മളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവണം എന്നുള്ളത് അയർലൻഡ് ഗവൺമെൻറ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആക്ച്വലി എത്ര പൈസയുണ്ടോ ആ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിലാണ് ബിജു സാർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കീ എലമെൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയാണ്. നമുക്കതിന് ബാങ്ക് ലോൺ അസിസ്റ്റൻസ് നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ബാങ്ക് ബാലൻസ് ലെറ്റേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അസറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനോട് വേണ്ടിയിട്ട് ITRൻ്റെ കുറച്ച് പ്രോസസ്സ്, പിന്നെ നമ്മളതിനെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ EduFly വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം നമുക്ക് ഈ കുട്ടികൾക്ക് വിസ റിജക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ പല കുട്ടികൾക്കും മറ്റുള്ള ഏജൻസികളിൽ നിന്ന് വിസ റിജക്ഷൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർക്ക് അപ്പീൽ ലെറ്റർ കൊടുത്ത് അവരെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷനൊക്കെ സ്റ്റഡിയാക്കി കൊടുത്ത് അവർക്ക് പോലും നമുക്ക് വിസ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അയർലൻഡിൻ്റെ കേസിൽ വിസ എന്നുള്ള എലമെൻറ്റ് EduFlyനെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ടുള്ള കേസാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചെങ്കിൽ ഈ പറയുന്ന ACCA പോലത്തെ കോഴ്സുകൾ നിങ്ങൾ അയർലൻഡൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓബിയസ്ലി അറിയാം ഒരു 10 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ സ്കോളർഷിപ്പ് കഴിഞ്ഞ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു എമൗണ്ട് വരുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഇൻകം അതിന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് കോസ്റ്റ് എലമെൻറ്റ് അത്ര വലിയ കാര്യമായിട്ട് വരുന്നില്ല അയർലൻഡിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഈ കോഴ്സ് നല്ല കോഴ്സാണ് എന്നുള്ളതൊപ്പം തന്നെ അത്യാവശ്യം ടഫായിട്ടുള്ള സിലബസും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അതിന് ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടി തയ്യാറാവണം. അതല്ലാതെ അവിടെ പോയി പാർട്ട് ടൈം ജോലിക്കും അതിനും മാത്രം കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് പാസ്സാവില്ല. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് നാട്ടിൽ നിങ്ങൾ CA പഠിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ അവിടെ പഠിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ ജോലികൾക്ക് പോകാൻ പറ്റുള്ളൂ.
ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും വലിയ ജോലികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ സാലറി എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത്രയും എഫേർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബൽ MBA അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡ് MBA ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. ഈ കോഴ്സിൻ്റെ ആഗ്രഹം നല്ലതാണ്, നല്ല സാലറി കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ ജോലി ചെയ്യാൻ, നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കാനും തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഈ MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ള കോഴ്സുകൾ നമ്മൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്കറിയാം അയർലൻഡിൽ 1 വർഷമാണ് മാസ്റ്റർ പ്രോഗ്രാം വരുന്നത്. 2 വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ PR കിട്ടുമെന്നും പറയുന്നു. ഈ ACCA കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്ന് വിചാരിക്കും, ഇപ്പോൾ MSc ഫിനാൻസ് പോലെ, അത് അവിടുത്തെ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് സാർ നമ്മൾ എക്സ്പ്ലെയിൻ? യെസ്, അയർലൻഡിൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിൽ പെടുന്നതാണ് ഈ പറയുന്ന ACCA അല്ലെങ്കിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം കൊണ്ട് അവർക്ക് ACCA ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്ട്രേറ്റ് അവേ ഈ പറയുന്ന ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ വരുന്നുണ്ട്. അവർക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ PR കിട്ടും. പിന്നെ അവരുടെ സാലറി റേഞ്ച് സാറ് പറഞ്ഞ പോലെ തന്നെ 3.5 ലക്ഷത്തിനും അല്ല, 4,800 യൂറോസ് ആണ് ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സാലറി. അത് ഈക്വലന്റ് ടു അവരുടെ PR എലിജിബിലിറ്റിക്ക് ഈക്വലന്റ് തന്നെയല്ലേ? PR 3,200 യൂറോസ് ആണ് അവർക്ക് PR എലിജിബിലിറ്റിക്കും സ്പൗസിനെ സ്പോൺസർ ചെയ്യാനും വേണ്ടി സാലറി. ഓക്കെ. അപ്പോൾ ഈവൻ സ്പൗസിനെ കമ്പനിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ ഇവിടെ ACCA പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് അയർലൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്. അതിനുള്ള എന്ത് സപ്പോർട്ടിനും JB EduFly തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.